Hello, good evening all. Welcome to Eduooz Academy. അപ്പോൾ നമ്മുടെ ഇന്നത്തെ Q&A ഡിസ്കഷൻ സെക്ഷനിലോട്ട് നമുക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഗെയിൻ നമ്മൾ പാരസൈറ്റോളജിയിലെ ഓക്കെ. അപ്പോൾ ഒരുപാട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഈ സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മലേറിയ. ഓക്കെ, അപ്പോൾ നമ്മൾ മലേറിയയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പാരസൈറ്റോളജിയെ പറ്റിയിട്ടൊക്കെ പാരസൈറ്റോളജിയിലെ ഒരുപാട് ഓർഗാൻസ് ഒക്കെ കണ്ടു, Q&A ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലേറിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വേൾഡ് മലേറിയ ഡേ ആണ്. April 25 ആണ് വേൾഡ് മലേറിയ ഡേ വരുന്നത്. ഓക്കെ, നമ്മൾ ഡെങ്കു പഠിച്ചപ്പോൾ നമ്മൾ ഡെങ്കു ഡേ പഠിച്ചിരുന്നു അല്ലെ. ഏതായിരുന്നു ഡെങ്കു ഡേ? അപ്പൊ നിങ്ങൾ ഒപ്പം തന്നെ ചാറ്റ് ചെയ്ത് കമന്റ് ചെയ്ത് പോവാ. ഓക്കെ, നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോവാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ തന്നെ ഓപ്ഷൻസ് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, അപ്പൊ വേൾഡ് മലേറിയ ഡേ വരുന്നത് April 25 ആണ്. എത്രയാണ്? April 25 ആണ്. നമ്മൾ ഡെങ്കു ഡേ പഠിച്ചത് May 16 ആണ്. ഓക്കെ, അതുപോലെ തന്നെ മോസ്കിറ്റോ ഡേ ഉണ്ട്. മോസ്കിറ്റോ ഡേ August 20 ആണ് മോസ്കിറ്റോ ഡേ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ PSC എക്സാമിനായാലും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഇതുപോലുള്ള ഡേയ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാം അല്ലെ, നമ്പേഴ്സ് ആണ്. അതുപോലെ ഓരോ മന്ത്സ് നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വേൾഡ് മലേറിയ ഡേ വരുന്നത് April 25 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം കോസസ് ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് മലേറിയ? ഇതിലേത് സ്പീഷീസ് ആണ്? നമുക്കറിയാം മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം ആണെന്ന് അറിയാം അല്ലെ. ഇതിൽ ഏത് സ്പീഷീസ് ആണ്? യെസ്, രമ്യ കമന്റ്. യെസ്, May 16 ആണ് ഡെങ്കു ഡേ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ മോസ്കിറ്റോ ഡേയും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, August 20 ആണ് മോസ്കിറ്റോ ഡേ വരുന്നത്. ഓക്കെ, അപ്പൊ April 25 നമ്മളിപ്പോ പറഞ്ഞു മലേറിയ ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം കോസസ് ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് മലേറിയ? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം, ദെൻ പ്ലാസ്മോഡിയം ഓവൻ. ഏതാണ്? ഇതിൽ ഏത് സ്പീഷീസ് ആണ് മലേറിയ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് മലേറിയ? ഏതാണോ ഒന്ന് കമന്റ് ചെയ്യാവോ? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതാണ്? യെസ്, C ആണ് അല്ലെ. യെസ്, വെരി ഗുഡ് രമ്യ. ഓക്കെ, പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരം കോസസ് മലേറിയ ആൻഡ് ഹാസ് എ ഹൈയസ്റ്റ് ഫാറ്റാലിറ്റി റേറ്റ് എമംഗ് ദ സ്പീഷീസ് ഡ്യൂ ടു ഇറ്റ്സ് അബിലിറ്റി ടു ഇൻഫെക്ട് RBC ഓഫ് ഓൾ ഏജസ്. RBC ആണ് എഫക്ട് ചെയ്യണം. അപ്പൊ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള മോസ്റ്റ് സിവിയർ ആയിട്ടുള്ളതാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഓക്കെ, യെസ്, എല്ലാവരും C ആണ്. ഓക്കെ, അമിന, അഭിരാമി. ഓക്കെ, വെരി ഗുഡ്. സുമയ്യ, ചിപ്പി. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻഫെക്റ്റീവ് ഫോം ഓഫ് പ്ലാസ്മോഡിയം ഫോർ ഹ്യൂമൻസ് ഈസ് സ്പോറോസോയിറ്റ്, ട്രോപ്പോസോയിറ്റ്, ഷിസോൺ, ഗാമറ്റോസൈറ്റ്. അപ്പൊ നമ്മൾ മലേറിയയിൽ നമ്മൾ സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ സെക്ഷൽ സൈക്കിളും അതുപോലെ തന്നെ അസെക്ഷൽ സൈക്കിളും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏത് മോസ്കിറ്റോ ആണ് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ സെക്ഷൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് മോസ്കിറ്റോയിലാണ് അല്ലെ. ഏത് മോസ്കിറ്റോ ഒന്ന് കമന്റ് ചെയ്യാവോ? ഏത് മോസ്കിറ്റോ ആണ്? അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് ടേംസും ഓരോ സ്റ്റേജും ഇൻഫെക്റ്റീവ് സ്റ്റേജും അങ്ങനെ ഒരുപാട് സ്റ്റേജ് പഠിച്ചില്ലേ. സ്പോറോസോയിറ്റ്, അതുപോലെ തന്നെ ട്രോപ്പോസോയിറ്റ് ലിവറിലോട്ട് വരുമ്പോ, അതിനുശേഷം RBCയിലോട്ട് വരുമ്പോ, അതിനുശേഷം അത് ഫുൾ ഗാമറ്റോസൈറ്റ്, അങ്ങനെ ഒരുപാട് സൈറ്റ് നമ്മൾ ഓരോ ഇൻഫെക്റ്റീവ് ഓരോ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഏത് ഇൻഫെക്റ്റീവ് ഫോം ഓഫ് പ്ലാസ്മോഡിയ ആണ് ഹ്യൂമൻസിൽ? സ്പോറോസോയിറ്റ് ആണോ, ട്രോഫോസോയിറ്റ് ആണോ, ഷിസോണ്ട് ആണോ, അതോ ഗാമറ്റോസൈറ്റ് ആണോ? ഏതാണ് വരിക? എല്ലാവരും ഓപ്ഷൻ A എന്നാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ A തന്നെയാണ് അല്ലെ. സ്പോറോസോയിറ്റ് are injected into bloodstream by the female Anopheles mosquito and initiate the infection in humans. സ്പോറോസോയിറ്റ് ആണ് അല്ലെ. സ്പോറോസോയിറ്റ് ആണ് ഇൻഫെക്റ്റീവ് ഫോം അല്ലെ. അതല്ലേ നമ്മള് ഹ്യൂമൻസിലോട്ട് നമ്മുടെ ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ വിച്ച് സ്റ്റേജ് ഓഫ് പ്ലാസ്മോഡിയം ഈസ് ഫൗണ്ട് ഇൻ ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ്? ഏതാ? ട്രോഫോസോയിറ്റ് ആണോ, സ്പോറോസോയിറ്റ് ആണോ, അതോ മീറോസോയിറ്റ് ആണോ, ഗാമറ്റോസൈറ്റ് ആണോ? ഏതാണ്? ഇതും വളരെ സിമ്പിൾ ആണ് അല്ലെ.
അപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക. മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡ് ഏത് സ്റ്റേജ് ആണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇതിൽ ഏത് സ്റ്റേജ് ആണ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡ്? പ്ലാസ്മോഡിയത്തിന്റെ ഏത് സ്റ്റേജ് ആണ് സലൈവറി ഗ്ലാൻഡ് ഉണ്ടാവുക? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ യെസ് ഓപ്ഷൻ ബി ആണ് അല്ലെ? യെസ്, വെരി ഗുഡ് ആതിര. ഓക്കെ, യെസ്, സ്പോറോസോയിറ്റ് അല്ലേ? സ്പോറോസോയിറ്റ് ആണ് മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിൽ ഉണ്ടാവുക. സ്പോറോസോയിറ്റ് മൈഗ്രേറ്റ് ടു ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻഡ് ആൻഡ് ആർ ട്രാൻസ്മിറ്റഡ് ഡ്യൂറിംഗ് ബ്ലഡ് മീൽ. സ്പോറോസോയിറ്റ് ആണല്ലോ നേരത്തെ നമ്മൾ ഇൻഫെക്റ്റീവ് ഫോം പറഞ്ഞേ അല്ലേ? ഇൻഫെക്റ്റീവ് ഫോം പറഞ്ഞത്, ഇൻഫെക്റ്റീവ് ഫോം നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ MCQ നമ്മൾ കണ്ടു. ഹ്യൂമൻസിലെ ഇൻഫെക്റ്റീവ് ഫോം ഏതാണ്? സ്പോറോസോയിറ്റ് ആണ്, ആണല്ലോ. അപ്പൊ മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പൊ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡ് ഉള്ളത് ഏത് സ്റ്റേജ് ആയിരിക്കും? സ്പോറോസോയിറ്റ് ആയിരിക്കും അല്ലെ? നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പറയാം സ്പോറോസോയിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിലാപ്സ് ഇൻ മലേറിയ ഈസ് സീൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം, ദെൻ പ്ലാസ്മോഡിയം മലേറിയ, ദെൻ പ്ലാസ്മോഡിയം വൈവാക്സ്, ദെൻ നൺ. ഏതാണ് വരിക? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് റിലാപ്സ് ഇൻ മലേറിയ? ഓപ്ഷൻ സി ആണ്, പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് ഒവൈൽ from hypozoite in the liver which can reactivate and cause a relapse. ഇതൊരു ഡോർമെന്റ് ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക. ഈ ഹൈപ്പനോസോയിറ്റ്, ആ പേരൊന്ന് ഓർത്തിരിക്കാം, ഒരു ഡോർമെന്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, റിലാപ്സ്. ഓക്കെ, ഈ വൈവാക്സും ഒവൈലും ഉണ്ട്. ഓക്കെ, നോട്ട് ചെയ്യുക, വൈവാക്സ് ആൻഡ് ഒവൈൽ, ഹൈപ്പനോസോയിറ്റ് ഇൻ ദ ലിവർ ഒന്ന് നോട്ട് ചെയ്യുക, ലിവർ ആണ്. ഓക്കെ, ലിവറിലാണ് ഹൈപ്പനോസോയിറ്റ്, ഒരു ഡോർമെന്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ദെൻ വിച്ച് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഈസ് കൺസിഡർഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മലേറിയ? റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എലൈസ, ബ്ലഡ് സ്മിയർ മൈക്രോസ്കോപ്പി, PCR. ഏതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മലേറിയ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്? റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ടെസ്റ്റ് ആണെന്ന് പറയുന്നു, എലൈസ, ബ്ലഡ് സ്മിയർ, PCR. ഏതായിരിക്കും? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. യെസ്, ബ്ലഡ് സ്മിയർ മൈക്രോസ്കോപ്പി ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നിങ്ങളും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചന്ദന, ചിപ്പി, ഓക്കെ, ആതിര, ചിഞ്ചു, ഓക്കെ, സി ആണ്. ഓക്കെ, അഞ്ജു, വെരി ഗുഡ്. ഓക്കെ, സി ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. തിക്ക് ആൻഡ് തിൻ സ്മിയർ സ്റ്റെയിൻ വിത്ത് ജിംസ സ്റ്റെയിൻ റിമൈൻസ് ദ ഡെഫിനിറ്റീവ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. നമ്മൾ മലേറിയ പഠിക്കുമ്പോൾ മുതലേ പഠിക്കണം അല്ലെ, സ്മിയർ പ്രിപ്പറേഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Schaffner's dot are found in RBC infected by Plasmodium falciparum, Plasmodium malariae, Plasmodium vivax and all of the above. ഏതാണ്? ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഈ ഷഫ്നേഴ്സ് ഡോട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യാം. ഏതാണ് വരിക? ഇതിലേത് വരും? ഫാൽസിപാർ ആണോ, മലേറിയ ആണോ, വൈവാക്സ് ആണോ, all of this above? ഇതിലേത് വരും? ഏതാ വരുക? നമുക്ക് നോക്കാം. വൈവാക്സ് ആണ് അല്ലേ? ഓക്കെ, വൈവാക്സ് ആണ്. ഷഫ്നേഴ്സ് ഡോട്ട് ആർ റെഡ് ഗ്രാനുൾസ് സീൻ ഇൻ RBC ഇൻഫെക്റ്റഡ് വിത്ത് പ്ലാസ്മോഡിയം വൈവാക്സ് ആൻഡ് പ്ലാസ്മോഡിയം ഒവൈൽ. ഓക്കെ, ഈ മൗറസ് ഡോട്ട് ഉണ്ടല്ലോ, അത് ഇതിലേതാ? ഫാൽസിപാർ ആണോ, മലേറിയ ആണോ? ഏത് വരും? ഈ വൈവാക്സ് ഒവൈലും ഷഫ്നേഴ്സ് ഡോട്ടാന്ന് പറഞ്ഞു. ഇനി വേറൊരു മൗറസ് ഡോട്ടും ഉണ്ട്, അതിപ്പോ ഇതിലേതാ വരുക? ഏത് വരും? ഈ ഓപ്ഷനില് ഈ ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ഒന്ന് പറയുവാണ് എക്സ്ട്രാ. ഏത് വരും? വൈവാക്സ് നമ്മൾ പറഞ്ഞു, ഷഫ്നേഴ്സ് ഡോട്ട് ആണ് അല്ലെ? ഓക്കെ, അപ്പോ ഈ രണ്ടിലും ഏതാ? മൗറസ് ഡോട്ട് ഏതായിരുന്നു? യെസ്, ഫാൽസിപാർ ആണ് അല്ലെ? അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പൊ വൈവാക്സിന് ഷഫ്നേഴ്സ് ഡോട്ട് ആണ്, അപ്പൊ VS എന്നൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, VS എന്ന് ആലോചിക്കുക. ഫാൽസിപാരത്തിന് മൗറസ് ഡോട്ട് ആണ്, അപ്പൊ F ഫോർ ഫാൽസിപാരം, ഇത് മൗറസ് ഡോട്ട്. ഇതിൽ V ഫോർ വൈവാക്സ്, S ഫോർ ഷഫ്നേഴ്സ് ഡോട്ട്. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, then next question നോക്കാം. Which species of Plasmodium has a quatern fever cycle? Plasmodium falciparum, Plasmodium malariae, Plasmodium vivax, Plasmodium ovale. ഏതാ വരുക? ക്വാർട്ടേൺ ഫീവർ സൈക്കിൾ ഏതാണ് വരുക? ഒന്ന് കമന്റ് ചെയ്യോ? യെസ്, ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയം മലേറിയ ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ ഫീവർ എവരി 72 hours, hence called quatern malaria. ഒരു ടേബിൾ കാണിച്ചു തരാം. ഓക്കെ,
Cotton malaria, Plasmodium malaria. 8 to 14 days, every 72 hours. Okay, അതാണ് cotton. Okay, ഒന്ന് നോട്ട് ചെയ്യുക. Then 30th 48 hours ആണ്, every third day. അത് Plasmodium vivax ആണ്. Okay, ഒന്ന് നോട്ട് ചെയ്യുക. Then oval malaria, oval ആണ്, Plasmodium oval ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതും every 48 hours ആണ്. Then quotidian and malignant tertian, അത് ഫാൽസിപാരത്തിനാണ്. എവറി 36 to 48 hours ആണ്, ഓഫ്റ്റൻ ഇറഗുലർ ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോട്ടൺ ആണ്, 72 hours ആണ്, അപ്പൊ കോട്ടൺ ആണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം. ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് വിച്ച് മലേറിയ സ്പീഷീസ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള കുറച്ച് പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏതാണ്? വൈവാക്സ് ആണോ, ഒവേൽ ആണോ, മലേറിയ ആണോ, ഫാൽസിപാരോ ആണോ? ഏതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ? ഏതിന്റെ കോംപ്ലിക്കേഷൻ ആണ്? ഏത് മലേറിയൽ സ്പീഷീസിന്റെ ആണ്? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. വൈവാക്സ് ആണോ, ഒവേൽ ആണോ, മലേറിയ ആണോ, ഫാൽസിപാരം ആണോ? ഏതാണ്? യെസ്, വെരി ഗുഡ്. ആതിര, അഭിരാമി, ഓക്കെ, വെരി ഗുഡ്. ചന്ദന, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കിച്ചു, ഓക്കെ, പ്രിൻസി, ഓക്കെ, എല്ലാവരും ഡി ആണല്ലേ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹെമോഗ്ലോബിനുറിയ ഡ്യൂ ടു മാസീവ് ഹീമോലൈസിസ് ഇൻ ഫാൽസിപാരം മലേറിയ. Then gametocytes of Plasmodium falciparum appears in the peripheral blood after how many days? 1 to 2 days, 5 to 6 days, then 8 to 10 days, then 14 to 21 days. എത്രയാണ് gametocytes of falciparum? Gametocytes of falciparum ബ്ലഡിൽ, പെരിഫറൽ ബ്ലഡിൽ എത്ര ഡേയ്സിനുള്ളിലാണ്? യെസ്, ഓപ്ഷൻ സി ആണ്, 8 to 10 days ആണ്. Gametocytes of falciparum develop and become detectable after about 8 to 10 days of infection. Okay, next question നോക്കാം. Which anti-malarial drug is used for radical cure in Plasmodium vivax infection? ഏതാണ്? ക്ലോറോക്വിൻ, ആർട്ടിസിനേറ്റ്, പ്രൈമാക്വിൻ, ക്വിനൈൻ. ഏതാണ് വരിക? ആന്റി മലേറിയൽ ഡ്രഗ് വൈവാക്സ് ഇൻഫെക്ഷന് നമ്മൾ റാഡിക്കൽ ക്യൂറിനാണ് നമ്മൾ ഏത് ഡ്രഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പ്രൈമാക്വിൻ ഇറാഡിക്കേറ്റ് ഹൈപ്പനോസോയിഡ് ഇൻ ദ ലിവർ പ്രിവെന്റിംഗ് റിലാപ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു റിലാപ്സ് ആയിട്ടിരിക്കുന്ന, നമ്മൾ ഈ ടേം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഹൈപ്പനോസോയിഡ്. ഓക്കെ, then next, which vector transmit malaria? So simple ആണ് അല്ലെ, നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ് അല്ലെ. ഏഡിസ്, ക്യൂലെക്സ്, അനോഫിലസ്, സാൻഡ്ഫ്ലൈ. ആരാണ്? ഏത് മോസ്കിറ്റോ ആണ്? യെസ്, സി ആണ്, ഫീമെയിൽ അനോഫിലസ് ആണ് അല്ലെ. നമുക്കറിയാം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ട്രാൻസ്മിറ്റ് മലേറിയ. ഓപ്ഷൻ സി ആണ്. ഡെങ്കു ആരാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഏത് മോസ്കിറ്റോ ആണ്? ഡെങ്കു ഫീവർ ഏത് മോസ്കിറ്റോ ആണ്? ഏഡീസ് ആണോ, ക്യൂലെക്സ് ആണോ, സാൻഡ്ഫ്ലൈ ആണോ? ഡെങ്കു ഫീവർ നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചു അല്ലെ. ഡെങ്കു ഫീവർ നമ്മൾ പഠിച്ചു. ഡെങ്കു ഫീവർ ഏത് മോസ്കിറ്റോ ആണ് ഡെങ്കു ഫീവർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ? ഡെങ്കു ഫീവർ ആരാണ്, ഏത് മോസ്കിറ്റോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന്? യെസ്, ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഡെങ്കു ഫീവർ ഏതാണ്? യെസ്, അമിന, ഓക്കെ, അഭിരാമി, ഓക്കെ. ഏഡിസ് ഈജിപ്റ്റി ആണ് അല്ലേ. ആരാ അതിന്റെ ഇടയ്ക്ക്? ക്യൂലെക്സ് ഏത് ഡിസീസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അപ്പൊ ക്യൂലെക്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസും അറിയില്ല, ഏഡിസ് ഈജിപ്റ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസും അറിയില്ല എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്? യെസ്, ഏഡിസ് ഈജിപ്റ്റി ആണ് നമ്മൾ ഡെങ്കു ഫീവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് കടിക്കുക? അത് ഡേ ടൈം ആണോ, നൈറ്റ് ടൈം ആണോ? ഏത് ടൈമിലാണ് ഡെങ്കു മോസ്കിറ്റോ, ഏഡിസ് ഈജിപ്റ്റി? ഡേ ടൈമിലാണ് അല്ലെ, ഡേ ടൈമിലാണ് കടിക്കുക. യെസ്, ഫിലാരിയാസിസ് ആണ് നമ്മൾ ക്യൂലെക്സ് അല്ലെ. ഫിലാരിയാസിസ് ആണ് ക്യൂലെക്സ് മോസ്കിറ്റോ. നമ്മൾ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ഒക്കെ വരുന്നത് ക്യൂലെക്സ് ആണ്. ബാക്കി ചിക്കൻ ഗുനിയ, ഡെങ്കു ഒക്കെ ഉള്ളത് നമ്മൾ ഏഡിസ് ഈജിപ്റ്റി ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഈ എഡിസ് ഈജിപ്തി മാത്രമാണ് ഡേ ടൈമിൽ, ബാക്കി ക്യൂലക്സ് ആയിക്കോട്ടെ അനോഫിലസ് ആയിക്കോട്ടെ ഒക്കെ നൈറ്റ് ടൈമിലാണ് അടിക്കുക. പിന്നെ എല്ലാം ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. എഡിസ് ആയിക്കോട്ടെ ക്യൂലക്സ് ആയിക്കോട്ടെ അനോഫിലസ് ആയിക്കോട്ടെ എല്ലാം ഫീമെയിൽ മോസ്കിറ്റോസ് ആണ്. ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് ബ്ലഡ് കുടിക്കുന്നത്. ഓക്കെ, മെയിൽസ് കുടിക്കില്ല. ഓക്കെ, then next, which stage of Plasmodium multiplies in the liver? ഏത് സ്റ്റേജ് ആണ് പ്ലാസ്മോഡിയം? ഇതിൽ ഏത് മൾട്ടിപ്ലൈസ് ഇൻ ലിവർ? നോട്ട് ചെയ്യുക, ലിവർ. നമ്മൾ നേരത്തെ കണ്ടു സലൈവറി ഗ്ലാൻസ് കണ്ടു, അതുപോലെ ഇൻഫെക്റ്റീവ് ഫോം സ്പോറോസൈറ്റ് ഒക്കെ കണ്ടു അല്ലെ. ഇനി ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിൽ ഏത് സ്റ്റേജ് ആണ്? ട്രോഫോസൈറ്റ് ആണോ, ആണോ, മീറോസോയിറ്റ് ആണോ, അതോ സ്പോറോസോയിറ്റ് ആണോ? ഏതാണ്? ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ഒന്നും അല്ല ചോദിച്ചാണ് അല്ലെ. നമ്മൾ ആ മലേറിയയുടെ സ്റ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാ ചോദിച്ചിട്ടില്ല. മൾട്ടിപ്ലൈസ് ഇൻ ദ ലിവർ. ഏതാണ് വരുക? ഏത് വരും? യെസ്, ഷിസോണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വെരി ഗുഡ്. അമിന, ചിഞ്ചു, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ബി ആണ് അല്ലെ. യെസ്, അഭിരാമി, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, sporozoite invade hepatocytes and develop into schizone, which then rupture to release merozoite. ഈ മീറോസോയിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കാ പോവാം? ലിവർ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോവും? മീറോസോയിറ്റ് കഴിഞ്ഞിട്ട് ഷിസോണ്ടാണ് നമ്മളെ ഉത്തരം, ശരിയാണ്. ദെൻ ഓപ്ഷൻ സി ഉണ്ടല്ലോ മീറോസോയിറ്റ്, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോവാ? എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോവും? ഈ പ്ലാസ്മോഡിയം എവിടേക്കാ പോവാ? എവിടേക്ക് പോവും? എവിടേക്കും പോവില്ലേ? എങ്ങോട്ട് പോവും? നിങ്ങള് മലേറിയയുടെ ആ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പഠിക്കണേ. സെക്ഷൽ സൈക്കിൾ ഉണ്ട്, അസെക്ഷൽ സൈക്കിൾ ഉണ്ട്. സെക്ഷൽ സൈക്കിൾ ആണ് മോസ്കിറ്റോൾ ഉള്ളത്, അസെക്ഷൽ സൈറ്റ് ഹ്യൂമൻസിലാണ്. അപ്പൊ നമ്മൾ പ്രൈമറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഹ്യൂമൻ ആണോ വരിക, അതോ മാൻ ആണോ വരിക? ആരാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഹോസ്റ്റ്? മോസ്കിറ്റോ ആണ്, അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് ഹ്യൂമൻ വരുവുള്ളൂ കേട്ടോ. ഓക്കെ, ഈ മീറോസൈറ്റ് കഴിഞ്ഞ പിന്നെ RBC, മൾട്ടിപ്പിൾ റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേജ് ഇൻവേർട്ട് റെഡ് ബ്ലഡ് സെൽസ്? സ്പോറോസോയിറ്റ്, ഹൈപ്പനോസോയിറ്റ്, മീറോസോയിറ്റ്, ദെൻ ഗാമറ്റോസൈറ്റ്. അപ്പൊ വേഗം ആൻസർ ചെയ്യാം. നേരത്തെ കഴിഞ്ഞ MCQ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പോകണം അല്ലെ. വിച്ച് സ്റ്റേജ് ഇൻവേർട്ട് ദ റെഡ് ബ്ലഡ് സെൽസ്? സ്പോറോസോയിറ്റ് ആണോ, ഹൈപ്പനോസോയിറ്റ് ആണോ, മീറോസോയിറ്റ് ആണോ, ഗാമറ്റോസൈറ്റ് ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. ഒന്ന് കമന്റ് ചെയ്യാവോ? യെസ്, സി മീറോസോയിറ്റ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. അതാരാ അതിന്റെ ഇടയ്ക്ക് ഹൈപ്പനോസോയിറ്റ് പറഞ്ഞേ? ഹൈപ്പനോസോയിറ്റ് ആണോ? അല്ലല്ലോ, അത് ലിവറിലുള്ളത് തന്നെയല്ലേ. Okay, then merozoites are released from the liver cells and invade RBC to continue asexual multiplication. Okay, then ഇതാണ് നമ്മുടെ മൊത്തം സൈക്കിൾ വരിക. ഇതാണ് അസെക്ഷൽ സൈക്കിളും സെക്ഷൽ സൈക്കിളും വരുന്നത്. കണ്ടോ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ മോസ്കിറ്റോയുടെ എടുക്കുവാണെങ്കിൽ സെക്ഷൽ സൈക്കിൾ ആണ്. മാക്രോഗാമേറ്റ്, മൈക്രോഗാമേറ്റ്, അവിടെ ഫെർട്ടിലൈസേഷൻ നമ്മൾ മോസ്കിറ്റോന്റെ മിഡ്ഗട്ടില്. അതിനുശേഷം ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഉണ്ടല്ലോ, ഡെവലപ്മെന്റ് ഓഫ് oocyte, then mature oocyte with sporozoite. ഈ സ്പോറോസോയിറ്റ് ആണ് എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? സ്പോറോസൈറ്റ് എവിടെ ഉണ്ടാവുക? സലിവറി ഗ്ലാൻഡിലല്ലേ. ഓക്കെ, സ്പോറോസോയിറ്റ് സലൈവറി ഗ്ലാൻഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇമേജ് ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, സ്പോറോസൈറ്റ് ആണ് സലൈവറി ഗ്ലാൻഡിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് മാൻ ഗെറ്റ് ഇൻഫെക്റ്റഡ്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ കണ്ടെയ്നിങ് സ്പോറോസൈറ്റ് ഉണ്ടാവും അല്ലേ. മാനെ അവിടെ ബൈറ്റ് ചെയ്തു മോസ്കിറ്റോ, അപ്പൊ സലൈവറി ഗ്ലാൻഡിൽ എന്തുണ്ട്? സ്പോറോസൈറ്റ് ഉണ്ട്. സ്പോറോസൈറ്റ് ഇതേ നേരെ പോകുന്നു. ഓക്കെ, റിലാപ്സിൽ ഇരിക്കുന്നതാണ് വൈവാക്സും ഒവേലും. അതിനെന്താ പറയും? ഹൈപ്പനോസോയിറ്റ് ഇൻസൈഡ് ദ ഹെപ്പറ്റോസൈറ്റ്. ഓക്കെ, ഇതാണ് പ്രീ എറിത്രോസൈറ്റിക്. ഓക്കെ, പ്രീ എറിത്രോസൈറ്റിക്. ഇവിടെയാണ് എറിത്രോസൈറ്റ്. ഓക്കെ, ഇവിടെ പ്രീ എറിത്രോസൈറ്റിക് ആണ് ലിവറില്. ഓക്കെ, പ്രീ എറിത്രോസൈറ്റിക് ലിവറില്. പിന്നെ സ്പോറോസൈറ്റ്, ഇവിടെ ട്രോഫോസൈറ്റ്, പിന്നെ പ്രീ എറിത്രോസൈറ്റിക് ഷിസോണ്ട്. അതിനുശേഷം മീറോസൈറ്റ്, പിന്നെ പോണു RBC, then hepatic merocyte inside the RBC, then ring form. Okay,
ലേറ്റ് ട്രോഫോസൈറ്റ്, ദെൻ ഇമ്മച്ചുർ ഷിസോ ഉണ്ട്, അതിനുശേഷം മെച്ചുറായിട്ട് എർത്രോസൈറ്റിക് മീറോസോയിറ്റ് ആയി. ഓക്കെ, അങ്ങനെ ഈ സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഈ മലേറിയയുടെ ക്ലാസ് നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിരിക്കണം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് MCQs ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സെക്ഷൽ സൈക്കിളും അസെക്ഷൽ സൈക്കിളും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്റ്റേജ്, ഇൻഫെക്റ്റീവ് സ്റ്റേജ്, അതുപോലെ തന്നെ എവിടെയാണ് ഇപ്പൊ ഈ എർത്രോസൈറ്റിക് ഷിസോഗോണി, അതുപോലെ തന്നെ ഈ ഹൈപ്പനോസൈറ്റ്, അങ്ങനെ ഓരോ ടേംസ് ഉണ്ടാവില്ല, ഗാമറ്റോസൈറ്റ്, സ്പോറോസൈറ്റ്, അതുപോലെയുള്ള ഓരോ ടേംസ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മീറോസോയിറ്റ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, എവിടെയാണ്, അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഒന്നൊന്ന് ഓർത്തിരിക്കുക. ഇതിപ്പോ ഓരോ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. സെക്ഷൽ സൈക്കിൾ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, മിഡ് ഗട്ട്, ഡെവലപ്മെന്റ് ഓഫ് ഹൂസൈറ്റ്, ദെൻ സ്പോറോസോയിറ്റ്, അതാണ് സലൈവറി ഗ്ലാൻഡ് ഉണ്ടാവുക. അതിനുശേഷം ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മളെ ലിവറിലോട്ട് ബാക്കി കാര്യങ്ങൾ, പ്രീ എർത്രോസൈറ്റിക് ഷിസോഗോണി, അതിനുശേഷം നമ്മള് ഈ ഷിസോണ്ട്, ഈ അത് കഴിഞ്ഞിട്ട് മീറോസോയിറ്റ്, RBC, അതിനുശേഷം മെച്ചുർ, മെറോസോയിറ്റ് ഇൻസൈഡ് RBC, അതുപോലെ നമ്മൾ റിംഗ് ഫോം, അതിനുശേഷം വീണ്ടും ട്രോഫോസൈറ്റ്, ആദ്യം ഇമ്മച്ചുർ, അതിനുശേഷം മെച്ചുർ ആവുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓരോ ടേംസും പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ലിവറിലുള്ളത് ഇപ്പൊ ഈ ഹൈപ്പനോസോയിറ്റ്, അതെന്താണ്, റിലാപ്സ് ആണ് അല്ലെ, അത് ഏതൊക്കെ ഓർഗാൻസ് ആയിരുന്നു, വൈവാക്സ്, ഒവേലിനാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹോസ്റ്റിലോട്ട് കിടക്കാം. സെറിബ്രൽ മലേറിയ ഇസ് എ കോംപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപാരം, ദെൻ പ്ലാസ്മോഡിയം ഒവേൽ. ഏതാണ് സെറിബ്രൽ മലേറിയ? സെറിബ്രൽ മലേറിയ ഇതിൽ ഏത് സ്പീഷീസിന്റെ കോംപ്ലിക്കേഷൻ ആണ്? വൈവാക്സിന്റെ ആണോ, അതോ മലേറിയയുടെ ആണോ, ഫാൽസിപാരത്തിന്റെ ആണോ, ഒവേലിന്റെ ആണോ? ഒന്ന് കമന്റ് ചെയ്യാവോ? വൈവാക്സ് ആണോ, മലേറിയ ആണോ, ഫാൽസിപാരം ആണോ, ഏതാണ്? യെസ്, സി ആണ് അല്ലെ. ഓക്കെ, ആതിര, അമിന, ഓക്കെ, ചിഞ്ചു, ഓക്കെ, വെരി ഗുഡ് എല്ലാരും അല്ലെ. ഓക്കെ, ഗ്രീഷ്മ, ഓക്കെ, സി ആണ് അല്ലെ. Plasmodium falciparum can cause a sequestration of infection RBC in cerebral capillaries leading to cerebral malaria. Then hemozoin, a toxin from Plasmodium and iron storage form malarial pigment, none of this above. എന്താണ് ഹീമോസോയിൻ? എന്താണ്? അയൺ സ്റ്റോറേജ് ഫോം ആണോ, അതോ ഈ പ്ലാസ്മോഡിയത്തിൽ നിന്നുള്ളൊരു ടോക്സിൻ ആണോ, അല്ലെങ്കിൽ മലേറിയൽ പിഗ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഇതിലൊന്നുമല്ല? ഏതാണ് വരിക? ഹിമോസോയിൻ എന്താണ് ഹിമോസോയിൻ? ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ എല്ലാരും കറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. എല്ലാവർക്കും നന്നായി പഠിച്ചിട്ടാണ് കേട്ടോ എല്ലാരും വന്നിരിക്കണേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത് തന്നെ തുടർന്ന് പോവാ. ഇനി വരുന്ന Q&A സെക്ഷനിലൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് തന്നെ. ഏതാണ്? യെസ്, സി ആണ് അല്ലേ. ഓക്കെ, അർച്ചന, ഓക്കെ, അഞ്ജു, അമിന, ഗ്രീഷ്മ, ഓക്കെ, സി ആണ്. ഓക്കെ, മലേറിയൽ പിഗ്മെന്റ് ആണ്. ഹിമോസോയിൻ ഇസ് എ ഫോംഡ് ഫ്രം ബ്രേക്ക് ഡൗൺ ഓഫ് ഹിമോഗ്ലോബിൻ ബൈ പ്ലാസ്മോഡിയം. ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് G6PD ടെസ്റ്റിംഗ് ബിഫോർ പ്രൈമക്വിൻ? ഐഡന്റിഫൈ അനീമിയ, അവോയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, പ്രിവെന്റ് ഹീമോലൈസിസ്, ദെൻ ചെക്ക് റീനൽ ഫംഗ്ഷൻ. ഏതാണ് G6PD ഈ പ്രൈമക്വിന് ബിഫോർ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ റോൾ എന്താണ്? മെയിൻ റോള് അനീമിയ ഐഡന്റിഫൈ ചെയ്യാനാണോ, അല്ലെങ്കിൽ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവോയ്ഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഹീമോലൈസിസ് പ്രിവെന്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ റീനൽ ഫങ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനാണ്? എന്താണ് മെയിൻ ആയിട്ടുള്ള ആ റോൾ? എന്താ പറയുന്നത്? യെസ്, സി ആണ്. ഓക്കെ, പ്രിവെന്റ് ഹീമോലൈസിസ്. Primaquine can cause a hemolytic anemia, G6PD deficient individuals. Okay, then next, which species cause a recrudescence rather than relapse? Plasmodium vivax, Plasmodium malaria, Plasmodium ovale, then none. ഏതാണ് വരിക? ഏത് സ്പീഷീസ് ആണ് റിക്രൂഡസൻസ് rather than relapse? റിക്രൂഡസൻസ് വീണ്ടും ആവർത്തിക്കുക, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, യെസ്, മലേറിയ ആണ്. ഓപ്ഷൻ ബി ആണ്. Recrudescence is due to low level parasitemia, not clear completely, common in malaria ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, then next, which test detect HRP2 antigen in malaria? ഏതാണ്? ELISA, PCR, RDT, IFAT. ഏതാണ്? ഏതാ വരുക? ഹിസ്റ്റഡിൻ റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ് HRP2 കേട്ടോ. ഹിസ്റ്റഡിൻ റിയാക്റ്റീവ് പ്രോട്ടീൻ. ഓപ്ഷൻ സി ആണ്.
HRP based RDT are commonly used to falciparum malaria. Okay, rapid diagnostic test ആണ്. Then next, hypnozoite. നമ്മൾ നേരത്തെ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞോളൂ അല്ലേ. Hypnozoite are found in എവിടെയാ? ബ്ലഡിലാണോ, സ്പ്ലീനിലാണോ, അതോ ലിവറിലാണോ, ബോൺ മാരോയിലാണോ? എവിടെയാണ് ഹൈപ്പനോസോയിറ്റ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. റിലാപ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്തിരുന്നു. ഒവൈൽ വൈവാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എവിടെയാണുള്ളത്? എവിടെയായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ലിവറിലാണ് അല്ലേ. ഓക്കെ, അമിന, ഓക്കെ ആതിര, യെസ്, വെരി ഗുഡ്. ലിവറിലാണ്. Dormant liver stage form called hypnozoite are found in vivax and oval infection. Okay. Then infected RBC are smallest in size. In vivax, Plasmodium vivax, Plasmodium falciparum, then Plasmodium malaria, then Plasmodium ovale. ഏതാണ് infected RBC? Are smallest in size. ഇതിൽ ഏതിലാണ്? വൈവാക്സിലാണോ, ഫാൽസിപാരത്തിലാണോ, മലേറിയയിലാണോ, ഒവേലിലാണോ? ഏതിലാണ് വരുക? ഏതിൽ വരും? ഏതിൽ വരും? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്ത് വരുന്നേ അല്ലേ. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. ഇതൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ഇൻഫെക്റ്റഡ് RBCs സ്മോളസ്റ്റ് സൈസ് ഇൻ സി അല്ലേ. പ്ലാസ്മോഡിയം മലേറിയ ആണ്. പ്ലാസ്മോഡിയം മലേറിയ ഇൻഫെക്ട് ഓൾഡർ RBC which are smaller in size. Then Schizon with 8 to 10 merozoite is typical of Plasmodium falciparum, Plasmodium malariae, Plasmodium vivax and Plasmodium ovale. ഏതാണ് വരിക? Schizon with 8 to 10 merozoite. ഇതിൽ ഏതിലത്തെയാണ്? ഫാൽസിപാരം ആണോ, മലേറിയ ആണോ, വൈവാക്സ് ആണോ, ഒവേൽ ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ ആണ്. So Schizon typically have a 6 to 8 merozoite arranged in rosette. Okay. ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ അത് ഏതായിരുന്നു? ഏത് സ്പീഷീസ് ആയിരുന്നു? ബ്ലാക്ക് വാട്ടർ ഫീവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ബ്ലാക്ക് വാട്ടർ ഫീവർ ഇതിൽ ഏത് സ്പീഷീസാ? ഏതായിരുന്നു ബ്ലാക്ക് വാട്ടർ ഫീവർ? ആരായിരുന്നു? ഫാൽസിപാരാണോ, വൈവാക്സ് ആണോ, ഒവേലാണോ, മലേറിയ ആണോ? ഏതായിരുന്നു? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. യെസ്, ഫാൽസിപാരാണ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ചിപ്പി, ആതിര, അഭിരാമി, ഓക്കെ, വെരി ഗുഡ്. യെസ്, ഫാൽസിപാരാണ്. അർച്ചന, ഓക്കെ, പ്രിൻസി, ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബനാന ഷേപ്ഡ് ഗാമറ്റോസൈറ്റ് ആർ സീൻ ഇൻ ഫാൽസിപാരം, വൈവാക്സ്, ഒവേൽ, മലേറിയ. ബനാന ഷേപ്ഡ് ഗാമറ്റോസൈറ്റ് ഏതിലാ? ഫാൽസിപാരത്തിലാണോ, അതോ വൈവാക്സിലാണോ, ഒവേലിലാണോ, മലേറിയ ആണോ? ഏതാണ്? ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, എ ആണ് അല്ലേ. യെസ്, രമ്യ, ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എ ആണ്, ഫാൽസിപാരം ആണ്. ക്രിസന്റ് ഓർ ബനാന ഷേപ്ഡ് ഗാമറ്റോസൈറ്റ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാൽസിപാരം. ഫാൽസിപാരത്തിന്റെ മെയിൻ ആയിട്ടുള്ള ബനാന ഷേപ്പ് അല്ലെങ്കിൽ ക്രിസന്റ് മൂൺ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചന്ദ്രകല ഉണ്ടല്ലോ, ചന്ദ്രകല അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അതാണ് ഫാൽസിപാരത്തിന്റെ ഗാമറ്റോസൈറ്റ്സ് അങ്ങനെയാണ് കാണപ്പെടുക. ഓക്കെ ഓക്കെ, എല്ലാവരും എ ആണ് അല്ലെ. ഓക്കെ, ഷഫ്ന, ആതിര, യെസ്, ചിഞ്ചു, ഗ്രീഷ്മ, ഓക്കെ, എല്ലാവരും എ ആണ്. എല്ലാവർക്കും ഉറപ്പാണ്, ഒരാൾ പോലും തെറ്റിച്ചിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. Then next ക്വസ്റ്റ്യൻ നോക്കാം. മലേറിയ പാരസൈറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യാം. ലാവറൻ, റോസ്, കോച്ച്, ജെന്നർ. ആരാണ് മലേറിയൽ പാരസൈറ്റ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്? ആരാ? ലാവറൻ ആണോ, റോസ് ആണോ, കോച്ച് ആണോ, ജെന്നർ ആണോ? ആരാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അൽഫോൺസ് ലാവറൻ ഡിസ്കവേർഡ് ദ മലേറിയൽ പാരസൈറ്റ് ഇൻ 1880. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ലാവറൻ ആണ്, അൽഫോൺസ് ലാവറൻ. ഓക്കെ, ഈ ആരാണ് കോച്ച്? കോച്ച്? കോച്ചിന്റെ എന്താ? ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താ? റോബർട്ട് കോച്ചിന്റെ എന്താ കോൺട്രിബ്യൂഷൻസ്? റോബർട്ട് കോച്ചിന്റെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് പറഞ്ഞേ. നമ്മള് മൈക്രോബയോളജിയിലെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് ഇരിക്കുന്നവരാണ് അല്ലെ. എല്ലാവർക്കും അറിയാം. റോബർട്ട് കോച്ചിന് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. ആരാണ് റോബർട്ട് കോച്ച്? ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ഓക്കെ, പിന്നെ
വേറെ എന്താ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്? റോബർട്ട് കോച്ചിന്റെ വേറെ കോൺട്രിബ്യൂഷൻസ് എന്താ ഉള്ളത്? ബാക്ടീരിയോളജി, ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ബാക്ടീരിയ കണ്ടുപിടിച്ച് കാണുമല്ലോ. ഏതായിരുന്നു? ഏത് ബാക്ടീരിയനെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഏതൊക്കെ കോസേറ്റീവ് ഏജന്റിനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്? ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആണ്. ഓക്കെ, വെരി ഗുഡ്. ചിപ്പി, പ്രിൻസി, ഓക്കെ, ശരിയാണ്. അപ്പൊ ഏതൊക്കെ ബാക്ടീരിയനെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് ബാക്ടീരിയ കണ്ടുപിടിച്ച് കാണും അല്ലെ. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അർച്ചന, ഓക്കെ, ആതിര, ഓക്കെ. യെസ്, ഹാങ്ങിങ് ഡ്രോപ്പ് ഉണ്ട്. ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. യെസ്, വെരി ഗുഡ്. ചിപ്പി, കോളറ, ആന്ത്രാക്സ്, ട്യൂബർക്കിൾ എന്നീ കോസേറ്റീവ് ഏജന്റിനെ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ഇതിൽ ഏത് കോസേറ്റീവ് ഏജന്റിനെ കണ്ടുപിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് അറിയാവോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓർമ്മയുണ്ടോ നോക്കാം. ഏത് കോസേറ്റീവ് ഏജന്റിനെ കണ്ടുപിടിച്ചപ്പോഴാണ്? ശരിയാണ്, കോളറ, ആന്ത്രാക്സ്, ട്യൂബർക്കിൾ, ബാസിലൈൻ ഒക്കെ കണ്ടുപിടിച്ചതാണ് റോബർട്ട് കോച്ച്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. TB, കോളറ, ആന്ത്രാക്സ്. ഓക്കെ, അതില് TBയുടെ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയത് 1905. ഓക്കെ, ട്യൂബർക്കിൾ ബാസിലയുടെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് അഗാർ യൂസ് ചെയ്ത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ കൊളീഗിന്റെ വൈഫായ ഫാനി ഹെസ ആണ് ഫസ്റ്റ് അഗാർ കണ്ടുപിടിച്ചത്. പക്ഷെ അഗാർ ഫസ്റ്റ് യൂസ് ചെയ്ത് ഇദ്ദേഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഡ്രോപ്പ്. ഓക്കെ, ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? എന്തിനാ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്? എന്തായിരുന്നു ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്തിനായിരുന്നു? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്തിനായിരുന്നു? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് മോട്ടിലിറ്റി നോക്കാം അല്ലെ. അതുപോലെ തന്നെ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്യുവർ കൾച്ചർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. പ്യുവർ കൾച്ചർ ചെയ്യാന്നൊക്കെ പറയുമല്ലോ. പ്യുവർ കൾച്ചർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. അപ്പൊ റോബർട്ട് കോച്ചിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ജെന്നർ ആരാണ്? എഡ്വേർഡ് ജെന്നർ, ഫാദർ ഓഫ് എഡ്വേർഡ് ജെന്നർ ആരാണ് എഡ്വേർഡ് ജെന്നർ? ഹു ഇസ് എഡ്വേർഡ് ജെന്നർ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്? എന്താണ് കോൺട്രിബ്യൂഷൻസ്? എഡ്വേർഡ് ജെന്നർ ആരാ? ഫാദർ ഓഫ് ആരാണ്? ഇമ്മ്യൂണോളജി, പിന്നെ അതുപോലെ തന്നെ അല്ലെ, ഇമ്മ്യൂണോളജി, വാക്സിനേഷൻ, ഫസ്റ്റ് വാക്സിൻ കണ്ടുപിടിച്ചല്ലേ, സ്മോൾ പോക്സ് വാക്സിൻ ആണ്. പക്ഷെ വാക്സിൻ ഒരു ടേം കോയിൻ ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണേ. ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് വാക്സിനേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എഡ്വേർഡ് ജെന്നർ ആണെന്ന് ആലോചിക്കും. വാക്സിൻ ഒരു ടേം കോയിൻ ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. വാക്ക ലാറ്റിൻ എന്നുള്ള വേർഡിൽ നിന്നാണ്. അദ്ദേഹം ലൂയിസ് പാസ്റ്റർ ചിക്കൻ കോളറ, അതുപോലെ ആന്ത്രാക്സ്, കോളറ വാക്സിൻസ് ഒക്കെ കണ്ടുപിടിച്ചത്, റാബിസ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. പക്ഷെ ഫാദർ ഓഫ് വാക്സിനേഷൻ, ഫസ്റ്റ് വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ, ടേം കോയിൻ ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്, പക്ഷെ ഫാദർ ഓഫ് വാക്സിനേഷൻ ജെന്നർ ആണ്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ഇവിടുത്തെ വിഷയം മലേറിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മലേറിയയുടെ അടുത്ത ക്വസ്റ്റിലോട്ട് വരാം. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം ഈസ് ടിപ്പിക്കലി 7 to 10 days, 14 to 21 days, 28 to 30 days, then more than 40 days. ഇൻക്യുബേഷൻ പീരീഡ് ഫാൽസിപാരത്തിന്റെ എത്രയാണ്? 7 to 10 days ആണോ, അതോ 14 to 21 days ആണോ, അതോ 28 to 30 days ആണോ? ഏതാണ്? മോർ ദാൻ 40 days ഏതാണ് വരുക? 7 to 10 days ആണ് അല്ലെ. 7 to 10 days ആണ്. ഫാൽസിപാര ഹാസ് എ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് കമ്പയർഡ് ടു അതേഴ്സ്. ഓക്കെ, ആരോ അതിൻ്റെ ഇടയിൽ ആന്റിസെപ്റ്റിക് സർജറി ആരാ? ജെന്നർ ആണോ? ജെന്നർ അല്ലല്ലോ, ജെന്നർ അല്ല. ആരാണ് ആന്റിസെപ്റ്റിക് സർജറി? അറിയുന്ന ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരുത്തണം കേട്ടോ.
യെസ്, ലിസ്റ്റർ ആണ്, ജോസഫ് ലിസ്റ്റർ ആണ്. ജോസഫ് ലിസ്റ്റർ ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. നമ്മൾ ഒരുപാട് സയന്റിസ്റ്റുകൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം. ഓക്കെ, ജോസഫ് ലിസ്റ്റർ ആണേ, ഒന്ന് നോട്ട് ചെയ്യാം. ആരാണ് കമന്റ് ഇട്ടേന്ന് അറിയില്ല, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. കമന്റ് ഇട്ട ആൾക്ക് അറിയാലോ. അപ്പൊ ആ തെറ്റൊന്നും തിരുത്തി പോകാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ തെറ്റ് ആർക്കും സംഭവിക്കാലോ. അപ്പൊ നമ്മളിപ്പോ തെറ്റ് സംഭവിച്ചാൽ ഇപ്പൊ എന്നെ എല്ലാവരും എന്ത് വിചാരിക്കുന്നു എന്ന് കരുതി ഇരിക്കണ്ട. നമ്മളത് തിരുത്തി നമുക്കിനി എപ്പോഴും അത് ഓർമ്മ നിൽക്കും. ഓക്കെ, ജോസഫ് ലിസ്റ്റർ ആണ് ആന്റിസെപ്റ്റിക്. പിന്നെ പോൾ എർലിച്ച് ഉണ്ട്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ട്, പോൾ എർലിച്ച് കീമോതെറാപ്പി, മാജിക് ബുള്ളറ്റ്, അതുപോലെ സാൽവാർസൺ ഒക്കെ ഉണ്ട്. അലക്സാണ്ടർ ഫ്ലെമിംഗ് നമ്മൾ ആന്റിബയോട്ടിക്, പെൻസിലിൻ അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏൺസ്റ്റ് ആൻഡ് റസ്ക, ഇലക്ട്രോ മൈക്രോസ്കോപ്പി ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മള് ഹിസ്റ്ററി, മൈക്രോബയോളജി ഹിസ്റ്ററി, അതുപോലെ ബാക്ടീരിയോളജി, വൈറോളജി ഒക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരുപാട് ക്ലാസ്സുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിച്ചുള്ളത് 7 to 10 days ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇടയ്ക്ക് ആ ഒരു കമന്റ് കണ്ടോണ്ടൊന്ന് തിരുത്തിയാണ് കേട്ടോ. ഓക്കെ, then which of the following is not a component of artemisinin based combination therapy, ACT? Artesunate, pefloquine, primaquine, lumefantrine. ഏതാണ് നോട്ട് കമ്പോണന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നോട്ട് അല്ലെങ്കിൽ എക്സെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വായിക്കും ഫോളോയിങ് കമ്പോണന്റ്, നോട്ട് ചിലപ്പോൾ ശ്രദ്ധയിൽ പെടില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കാം. അപ്പൊ ഓപ്ഷൻ ഇവിടെ വരുന്നത് സി ആണ്, പ്രൈമാക്വിൻ ആണ്. പ്രൈമാക്വിൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ACT ഫോർ ഫാൽസിപാരം മലേറിയ. ഇറ്റ് ഈസ് യൂസ് ടു ക്ലിയർ ഗാമറ്റോസൈറ്റ് ഓർ ഹൈപ്പനോസോയിറ്റ്. നമ്മൾ ഇതിന് മുന്നേ ഒരു MCQ കണ്ടിരുന്നു അല്ലെ, അതിൽ പ്രൈമാക്വിൻ ആയിരുന്നു ആൻസർ അല്ലെ. അപ്പൊ നമ്മളിവിടെ ആൻസർ ചെയ്ത പ്രൈമാക്വിൻ ആണ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ACT, ആർട്ടിമിസിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പി. അതിൽ കമ്പോണന്റ് അല്ലാത്തത് ആരാണ്? പ്രൈമാക്വിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. വിച്ച് സ്റ്റെയിനിങ് ടെക്നിക് ഈസ് കൺസിഡർഡ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മൈക്രോസ്കോപ്പിക് ഡയഗ്നോസിസ് ആൻഡ് സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് മലേറിയ പാരസൈറ്റ്? ഫീൽഡ് സ്റ്റെയിൻ, ജിംസ സ്റ്റെയിൻ, JSB സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ. ഇതിൽ ഏത് സ്റ്റെയിൻ ആണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് അതായത് മൈക്രോസ്കോപ്പിക് ഡയഗ്നോസിസ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഏതാണ് വരിക? ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് വരിക? ഫീൽഡ് സ്റ്റെയിൻ ആണോ, ജിംസ സ്റ്റെയിൻ ആണോ, JSB സ്റ്റെയിൻ ആണോ, അതോ ലീഷ്മാൻ സ്റ്റെയിൻ ആണോ? ഏത് വരും? യെസ്, ചിപ്പി, അമിന. ഓക്കെ ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്, ജിംസ സ്റ്റെയിൻ ആണ്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ജിംസ സ്റ്റെയിൻ ആണ് അല്ലെ. ജിംസ സ്റ്റെയിൻ ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മലേറിയ ഡയഗ്നോസിസ്. ഇതെന്തൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ്. അതിന്റെ പാരസൈറ്റ് മോർഫോളജി, അതുപോലെ തന്നെ ഹോസ്റ്റ് RBC ഒക്കെ, അങ്ങനെ നമുക്ക് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ആണ് നമുക്ക് ഇതുവഴി സാധിക്കുന്നത്. ദെൻ സ്റ്റേജിങ് ഓഫ് പ്ലാസ്മോഡിയം സ്പീഷീസ് ഇൻ തിൻ സ്മിയർ. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പ്ലാസ്മോഡിയം സ്പീഷീസിന്റെ നമ്മളിപ്പോ ഒരുപാട് സ്റ്റേജുകൾ പഠിച്ചു അല്ലെ. മീറോസോയിഡ്, സ്പോറോസോയിഡ്, ഷിഷോൺ, അങ്ങനെ ഒരുപാട് ഗാമറ്റസ്, അങ്ങനെ ഒരുപാട് സ്റ്റേജസ് പഠിച്ചു. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു തിൻ സ്മിയർ ഒക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ദെൻ റാപ്പിഡ് ഫീൽഡ് സർവേ where time and resource are limited, which stain is most commonly used for quick diagnosis of malaria parasite? Okay, ഏതാണ്? quick diagnosis ഏതാണ്? ബ്രൈറ്റ് സ്റ്റെയിൻ ആണോ, ഫീൽഡ് സ്റ്റെയിൻ ആണോ, ജിംസ സ്റ്റെയിൻ ആണോ, ലീഷ്മാൻ സ്റ്റെയിൻ ആണോ? JSB സ്റ്റെയിൻ ഒക്കെ യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ നേരത്തെ വെച്ച് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റെയിനിങ് മെത്തേഡിൽ ഇപ്പൊ നമ്മൾ പ്രോപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ മികച്ചത് അങ്ങനെയൊക്കെ പറയില്ല. അപ്പൊ അതിന് നമ്മൾ ജിംസ സ്റ്റെയിൻ ആണ് ആൻസർ വരിക. ഓക്കെ, നേരത്തേല് ഇവിടെ ഏതാണ്? റാപ്പിഡ് ക്വിക്ക് ഡയഗ്നോസിസ് ഓഫ് മലേറിയ പാരസൈറ്റ്, ബ്രൈറ്റ് സ്റ്റെയിൻ, ഫീൽഡ് സ്റ്റെയിൻ, ജിംസ സ്റ്റെയിൻ ആൻഡ് ലീഷ്മാൻ സ്റ്റെയിൻ. ഏതാണ് വരിക? ഫീൽഡ് സ്റ്റെയിൻ ആണ്. ഓക്കെ, ഫീൽഡ് സ്റ്റെയിൻ ആണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ, ഫീൽഡ് സ്റ്റെയിൻ നോക്കാം. ഫീൽഡ് A and field B is a rapid Romanowski type stain ആണ്. That have a reliable result within 1 to 2 minutes. ബാക്കി എല്ലാ സ്റ്റെയിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മലയാളം സ്റ്റെയിനിന്, പക്ഷെ നമുക്ക് റാപ്പിഡ് ആയിട്ട് ഇപ്പൊ വിത്തിൻ 2 minutes അല്ലെങ്കിൽ 1 minute റിസൾട്ട് കിട്ടുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫീൽഡ് സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇറ്റ്സ് ഐഡിയൽ ഫോർ മാസ് ഫീൽഡ് സർവേ അല്ലെങ്കിൽ എമർജൻസി സ്ക്രീനിങ്, എക്സ്പെഷ്യലി ലബോറട്ടറി ഫെസിലിറ്റീസ് ആർ മിനിമൽ, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, then which blood smear technique is primarily used for mass screening and detection of malaria parasite during epidemiological survey? Thin smear, buffy coat smear, thick smear, wet mount. ഏതാണ്? മാസ് സ്ക്രീനിങ്
അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് മലേറിയൽ പാരസൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ ഏത് സ്ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഏത് സ്മിയർ ആണ് യൂസ് ചെയ്യുന്നത്? തിന്നാണോ അതോ തിക്കാണോ അല്ലെങ്കിൽ നമ്മൾ വെറ്റ് മൗണ്ട് ആണോ അല്ലെങ്കിൽ ബഫി കോട്ട് സ്മിയർ ആണോ? ഏതാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പ്രൈമർലി യൂസ്ഡ് ഫോർ മാസ് സ്ക്രീനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഏത് വരും? യെസ്, സി ആണ് അല്ലെ. നമ്മൾ തിക്ക് സ്മിയർ ആണ്, നമുക്ക് ജസ്റ്റ് ഒരു മാസ് സ്ക്രീനിങ് ആണ്, നമ്മൾ മലേറിയൽ പാരസൈറ്റ് ഡിറ്റക്ഷൻ ആണ്. അല്ലാതെ നമ്മൾ തിൻ സ്മിയറിലാണ് നമ്മൾ ഏത് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഏത് സ്പീഷീസ് ആണ് അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ തിൻ സ്മിയർ ഉപയോഗിക്കുക. ഇതിൽ ജസ്റ്റ് ഒരു മാസ് ഡിറ്റക്ഷൻ ആണ്, മലേറിയൽ ജസ്റ്റ് ആ പാരസൈറ്റിന്റെ ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, നമ്മൾ തിൻ സ്മിയർ ആണ് യൂസ് ചെയ്യുക അല്ലെ. തിക് സ്മിയർ എക്സാമിൻ ലാർജർ വോളിയം ഓഫ് ബ്ലഡ് അബൌട്ട് 30 into more sensitive than thin smear and making it excellent for detecting low parasitemia and useful for screening സർവേ അതുപോലെ ഇനീഷ്യൽ ഡയഗ്നോസിസിനൊക്കെ. ഓക്കെ, ദെൻ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജ് ആണ് അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ തിൻ സ്മിയർ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു മാസ് സർവേ, നമുക്ക് ആ ഒരു ജസ്റ്റ് ആ പാരസൈറ്റിന്റെ ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. ദെൻ മൗറസ് ഡോട്ട്, നേരത്തെ നമ്മൾ ഷഫ്നെസ് ഡോട്ട് കണ്ടു അല്ലെ, അത് ഏതിലായിരുന്നു? ഞാൻ ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയും പറഞ്ഞിരുന്നു അല്ലെ. ഷഫ്നെസ് ഡോട്ട് ഏതിലായിരുന്നു? നമ്മൾ VS അല്ലെങ്കിൽ FM എന്നൊക്കെ പറയാൻ ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ മൗറസ് ഡോട്ട് ആണ്. seen as a coarse irregular red staining granules in infected RBC are characteristic of which Plasmodium species? Vivax, Malaria, Falciparum, ovale. ഏതാണ് വരിക? മൗറസ് ഡോട്ട്. മൗറസ് ഡോട്ട് ഏത് വരും? എമ്മിന്റെ കൂടെ എന്തായിരുന്നു ഓർത്തിരിക്കാൻ പറഞ്ഞേ? FM അല്ലെ, FM. അപ്പൊ നമ്മൾ ഏത് ആൻസർ വരിക? ഓക്കെ, നേരത്തെ നമ്മള് ഇവിടെ മൗറസ് ഡോട്ട് ഫാൽസിപാർ ആണ്. നമ്മൾ FM എന്ന് ആലോചിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, FM എന്ന് ആലോചിക്കാൻ പറയുന്നു. നമ്മൾ ഷഫ്നെസ് ഡോട്ടിൽ ഏതായിരുന്നു? ഷഫ്നെസ് ഡോട്ടില് ഇവിടെ FM ആണ്. FM എന്നൊന്ന് ഓർത്തിരിക്കുക. FM മൗറസ് ഡോട്ട്. നേരത്തെ നമ്മൾ വൈവാക്സ് അല്ലെ, VS അച്യുതാനന്ദനോ VS എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കുക, അതാണ് ഷഫ്നെസ് ഡോട്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും ആലോചിച്ച് വെക്കുക. ഫാൽസിപാരം FM എന്നൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ ആണോ? ഇവിടെ FM ഉം അവസാനം ഇതിന്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞു വരും കേട്ടോ. VS ഓർമ്മയുണ്ട്, FM എന്ന് ഓർമ്മയുണ്ട്, പക്ഷെ എന്താണ് എന്താണ് S എന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയാവരുത് കേട്ടോ. ഇത് ഞാൻ എന്റെ ഒരു എളുപ്പ വഴിക്ക് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇനി വേറെ കോഡ് ഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. Okay, Mauras dot are coarse, irregular brick red granules found in the cytoplasm of RBC infected with Plasmodium falciparum. Then Vivax and ovale shows a Schaffner's dot. VS. Okay. Then World Malarial Day. എത്രയാണ്? March 24, May 16th, April 25, December 1. ഏതാണ് വേൾഡ് മലേറിയൽ ഡേ? ഏതാണ് വരുന്നത്? വേൾഡ് മലേറിയ ഡേ എന്നാണ് വരുന്നത്. എന്ന് വരും? എന്നാ വരുന്നേ? വേൾഡ് മലേറിയൽ ഡേ എത്രയാണ്? മാർച്ച് 24 ആണോ? മെയ് 16th ആണോ? ഏപ്രിൽ 25th ആണോ? ഡിസംബർ 1 ആണോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഏത് വരും? യെസ്, ഏപ്രിൽ 25th. ഓപ്ഷൻ സി ആണ്. ഉറപ്പാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ, സി ആണ്. ഏപ്രിൽ 25th ആണ്. മെയ് 16th എന്തായിരുന്നു? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മെയ് 16th ഏത് ഡേയാ? മെയ് 16th ഏത് ഡേ ആയിരുന്നു? അതും ഒരു മോസ്കിറ്റോ പരത്തുന്ന, ഏഡിസ് ഈജിപ്റ്റി പരത്തുന്ന ഒരു ഡിസീസ്, ഏഡിസ് ഈജിപ്റ്റി കൊതുക് പരത്തുന്ന ഏതായിരുന്നു? ഡെങ്കു അല്ലെ? ഡെങ്കു ഡേ ആണ് മെയ് 16th. മാർച്ച് 24 എന്താ? മാർച്ച് 24 TB ഡേ ആണ്. ഇങ്ങനത്തെ ഡേയ്സ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തിരിക്കുക. TB ഡേ. ഓക്കെ, TB ഡേ ആണ് മാർച്ച് 24. ദെൻ എയ്ഡ്സ് ഡേ നമുക്കും വളരെ ഫെമിലിയർ ആണ്. നമ്മൾ സ്കൂളിലും ഒക്കെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ല, അവയർനെസ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. മെയ് 16th ഡെങ്കു ഡേ ആണ്. മോസ്കിറ്റോ ഡേ ഒന്ന് ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 20. ഓക്കെ,
മലേറിയൽ ഡേ എത്രയായിരുന്നു? മലേറിയ ഡേ ഏപ്രിൽ 25th. ഓക്കെ, ഏപ്രിൽ 25th ആണ്. അപ്പൊ ഈ ഡേയ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. TB ഡേ 24, ഡെങ്കു ഡേ May 16th, ദെൻ മോസ്കിറ്റോ ഡേ August 20. ഓക്കെ, ക്ലിയർ ആണോ? ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മലേറിയ. ഓക്കെ, അപ്പൊ മലേറിയയുടെ ഓരോ സ്റ്റേജസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഏതൊക്കെ ഫോം ആണ്, ഏതൊക്കെ സ്റ്റേജ് ആണ് എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മലേറിയയിൽ ഓർത്തിരിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എക്സാമിനും ചോദിച്ചിട്ടുള്ളത് ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മലേറിയ Q&A നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണുക, ക്ലാസ് ഒന്ന് കാണുക, ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം കേട്ടോ. ചുമ്മാ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ തന്നെ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക, ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് ആൻസർ ചെയ്യുക കേട്ടോ. പാരസൈറ്റോളജി, ഓക്കെ, പാരസൈറ്റോളജി നമ്മൾ ഒന്നും കൂടെ എടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഓർഗാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ ദീപാവലിയുടെ അന്നും ക്ലാസ്സിന് നിങ്ങൾ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.